അല്ലേ കുട്ടിയെ, നിങ്ങൾ എത്ര മക്കളാ? എന്റെ മാര് മോശമല്ല, കൊറേ ആൾക്കാരെ അങ്ങാടി കാണേ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഹിന്ദി മലയാളം തോടാ തോടാ. പിന്നെ നിങ്ങൾ കൊറേ മക്കളാണെന്നുള്ള കാര്യം എനിക്കറിയാം. മലയാളം നീ ഹിന്ദി ഹിന്ദി പോലും എനിക്കറിയാം നിങ്ങൾ ഒരുപാട് മക്കളുണ്ട് എന്നുള്ള കാര്യം. ആരാത്? ആദ്യം വിട്ടാക്കേ. എവിടക്കപ്പ പോണ്? ചായ ഒക്കെ ഞാൻ കുടിച്ചാണ് വരുന്നത്. ചായ കുടിച്ച കാര്യല്ല ഞാൻ ചോദിച്ചേ. ഇജ്ജിപ്പോ എടുക്കാ പോണ്ടത്? ഞാൻ ഇപ്പൊ ഒരു വൈക്ക് പോവാണ്. വായക്കൊലൊക്കെ നമുക്ക് പിന്നെ വെട്ടാ. ഇജ്ജിപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തില്ലേ? നിങ്ങക്ക് എന്താ ആവശ്യം പറ. ഞാനിപ്പോ വന്നതേ എന്റെ മോളെ കല്യാണക്കാരും പറ്റി പറയാൻ വേണ്ടിട്ടാണ്. ഓനവിടെ പെരി കൊടുന്നയക്കാണ്ട് പോന്നേക്കണേ. നിങ്ങളെല്ലാരും കൂടി അന്ന് പറഞ്ഞിട്ടാണ് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് തന്നെ. ഇപ്പൊ കൊറേ ആൾക്കാർ എന്നോട് പറഞ്ഞേക്കണേ നിങ്ങൾക്ക് ആ കല്യാണം ഓന് ശരിയല്ല, നിങ്ങൾക്ക് പറ്റിയ കല്യാണം അല്ല എന്ന് അന്ന് കൊറേ ആൾ എന്നോട് പറഞ്ഞതാണ്. നിങ്ങളെല്ലാരും കൂടി പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത്. ഇപ്പൊ ഈ വിജാത്ത കാലത്ത് ഞാനിപ്പോ ഓളി നോക്കണം, പിന്നെ എനിക്ക് തന്നെ അല്ലെങ്കിൽ തന്നെ മരുന്ന് കുടിച്ചാലും ഇതിനുള്ളപ്പോ കച്ചിച്ചിങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോ ഓളെ പണ്ട് മുഴുവൻ ഓടെടുത്തേക്കാൻ വിറ്റ് നാസാക്കിക്കണേ. ഒരു ഉറുപ്പ്യൻ്റെ മുതലേ ഓളെ എത്തില്ലപ്പോ. ഇതാണ് സ്ഥിതി. എത്തപ്പോ ഇങ്ങനെ ആയ കാട്ടുക. നിങ്ങളെല്ലാരും കൂടി എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി തരണം. അപ്പൊ ആനമുട്ടാക്ക ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുള്ള പറഞ്ഞു കേട്ടിരുന്നത്. മരുവന് മട്ടത്തിന് വരുന്നുണ്ട് പോവുണ്ട്, ഒരു പ്രശ്നം ഇല്ലാന്നുള്ള കേട്ടി. ഇപ്പൊ എന്താ ഇങ്ങനെ ആയത്? അതെന്റെ മോള് കുറെ ക്ഷമിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ വേറെ കുട്ടികളാണെങ്കിൽ എന്നോ പോന്നിട്ടുണ്ടാവുന്നത്. ഓനെ പണിയെടുക്കേണ്ട കായ് ഓന് കണ്ടുപിടിച്ചാൻ കഴിയില്ല. ഈ അവസ്ഥയില കുട്ടികളെ പെരയിൽ പട്ടിണി ഓൻ കിട്ടുന്ന തിന്ന് നടന്നാൽ മതിയാ. കുട്ടികളെ നോക്കണ്ടേ, ചെലവിന് കൊടുക്കണ്ടേ. പെരയ്ക്ക് എന്തെങ്കിലും കൊടുത്താലേ ഓർക്ക് ഉണ്ടാക്കാൻ വല്ല പെണ്ണുങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റുമോ? പിന്നെ അപ്പൊ ഞാനെന്താ കാതിരാക്കാനൊന്ന് കാണട്ടെ. അന്നത്തെ അതിലെ കാതിരാക്കൊക്കെ ഉണ്ടല്ലോ. കാതിരാക്കാനെ കണ്ടിട്ട് എന്താ വെച്ചാ വാണ്ടിച്ച് നമുക്ക് ചെയ്യാം. എന്താ വെച്ചാ സംസാരിച്ചു കാണ്ടേ ഇങ്ങനെ ആയാൽ ശരിയാവൂല്ലേനും നമുക്ക് ചെയ്യാട്ടോ. അനക്കറിയോ ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ ഓളെ കെട്ടിച്ചതെന്ന് അനക്കറിയോ? പലയിടത്തുനിന്നും പിന്നെ ഓരോരുത്തരും സഹായിച്ചിട്ടാണ് ആ പെണ്ണിന്റെ കല്യാണം ഞാൻ നടത്തിക്കേണ്ടത്. ഇപ്പോൾ പണ്ടുള്ളത് ഉള്ളതൊക്കെ കൂടി വിറ്റ് എനിക്ക് രസം എൻ്റെ അടുത്ത് മുതലുണ്ടായിരുന്നു. അതൊക്കെ വിറ്റുകൊണ്ടാണ് ഞാനിപ്പോൾ ഓർക്കുള്ള കല്യാണം എല്ലാം നടത്തി കൊടുത്തത്. ഉള്ള പൈസക്ക് മുഴുവൻ പണ്ടും വാങ്ങി കൊടുത്തു. ഇനി എൻ്റെ അടുത്ത് ഒരു മുക്കാലിൻ്റെ അടുത്ത് കയ്യിലില്ല. അതിപ്പോളേ എന്താ വേണ്ടേച്ച് നമുക്ക് ചെയ്യാം. ആ കല്യാണേ അന്ന് നമ്മളെല്ലാരും കൂടിക്കാണ്ടല്ലേ നടത്തി കൊടുത്തത്. ആ സാധുവിനെ കൊണ്ടൊന്നും കച്ചൂലല്ലോ. അപ്പൊ ഇതിനൊരു തീരുമാനം നമുക്ക് ഉണ്ടായി കൊടുക്കണം. ഉള്ള പണ്ടം വിറ്റിക്കാണ്ട് ആ ചങ്ങായി ഇങ്ങോട്ട് വരുന്നില്ല, ഇവിടെ കുട്ടീനെ മക്കളെ ഇവിടെ കൊടുന്നാക്കിക്കണ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ലല്ലോ. അപ്പൊ ഇന്നത്തിലൊരു തീരുമാനം ഉണ്ടായി കൊടുക്കണം. നമുക്ക് അങ്ങാടിന്ന് കാണാം കേട്ടോ.